ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ബ്രെഡ് എടുക്കണം. ആ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ട് ബ്രെഡ് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/4 കപ്പ് റവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി അതിലോട്ട് ഞാൻ ഒരു സവാള പൊടിയായി കട്ട് ചെയ്തതാണ്, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം, അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലോട്ട് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് എപ്പോഴും നമ്മുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കൈവച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായി കൈവച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കണേ. ഒരുമിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇനിയിപ്പോൾ വെള്ളം പോരായോ തോന്നുന്നു, അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ വെച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു പാകത്തിന് നമ്മളിത് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തു. ഇനി ഞാനിത് ഓരോരോ ബോൾസ് ആക്കി എടുക്കാൻ വേണ്ടി കയ്യിൽ കുറച്ച് ഓയിൽ പുരട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഓരോരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഷേപ്പിലോട്ട് ഇതാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതൊരു പരിപ്പ് വടയുടെ ഷേപ്പിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത്. ഇനി ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ബ്രെഡ് വെച്ചിട്ടുള്ള എല്ലാ വടയും റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ ബ്രെഡ് വട എന്ന് വിളിക്കാം കേട്ടോ, പേരിടാം. ഇനി ഇതാ പാൻ ചൂടാക്കി ഓയിൽ ഒഴിച്ച് കൊടുത്തു. ഓയിൽ ചൂടായി വരുന്ന സമയത്ത് ഓരോരോ വട ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ശരിക്കും ഇത് കഴിക്കുമ്പോൾ ഒരു പരിപ്പ് വടയുടെ ഒരു ടേസ്റ്റ് തോന്നും കേട്ടോ. പരിപ്പ് വടയുടെ ആ ഒരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരു ഭാഗം റെഡി ആകുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഞാനത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് ഒന്ന് ഫ്ലെയിം കൂടുകയാണ്, ഒന്ന് കുറച്ച് കൊടുക്കുക, കരിഞ്ഞു പോകരുത്. എന്നാൽ ഉള്ള നന്നായി വേവുകയും വേണം. അപ്പോൾ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി രണ്ട് വശവും നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ ഇത് കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. നല്ല ശരിക്കും ഒരു പരിപ്പ് വട തിന്നുന്ന പോലെ തോന്നും ഇത് കഴിക്കുന്ന സമയത്ത്. ഈവനിങ്ങിൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.